രാഹുൽ ഗാന്ധി വെട്ടാൻ ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയെ. പക്ഷേ 8ന്റെ പണി കിട്ടാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിക്ക്. രാഹുലും കൈവിട്ടു, പ്രിയങ്കയ്ക്ക് ഇനി തലവേദനയായിരിക്കും. മോദിയെ വെട്ടാൻ തുറുപ്പുചീട്ട് രാഹുൽ എടുത്തപ്പോൾ അത് പണിയാകുന്നത് സഹോദരിക്കായിരിക്കും. മോദിയെ വെട്ടാനുള്ള രാഹുലിന്റെ അവസാന തുറുപ്പുചീട്ട് പെൺകുട്ടികളെ കയ്യിലെടുത്ത് രാഹുൽ ഗാന്ധി വന്നു. തന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വദ്രയ്ക്കെതിരായ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും റോബർട്ട് വദ്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയും അന്വേഷണം നടക്കണമെന്നും രാഹുൽ പറഞ്ഞപ്പോൾ അത് ആപ്പാകുന്നത് പ്രിയങ്കയ്ക്കായിരിക്കും. കോൺഗ്രസിനും പ്രിയങ്കയ്ക്കും തലവേദനയാകും. എന്നാൽ ചിലരെ മാത്രം തെരഞ്ഞുപിടിച്ച് അന്വേഷണം നടത്തരുതെന്നും രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികളെ കയ്യിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രകടനങ്ങൾ. ഒരേ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്ക് സരസമായുള്ള മറുപടിയുമായി രാഹുലിന്റെ തന്ത്രപരമായ ഇടപെടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വെറുപ്പില്ലെന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയപ്പോൾ ചില വിശദീകരണങ്ങളും ഉണ്ടായിരുന്നു. വലിയ പാഠങ്ങൾ നൽകുന്ന ആളുകളെ ആരെങ്കിലും വെറുക്കുമോ? തനിക്ക് മോദിയെ വെറുക്കാൻ കഴിയില്ല. മോദിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ താൻ പഠിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ സൗന്ദര്യം കാണാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ലെന്ന് പാർലമെന്റിലെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി. കുറഞ്ഞത് എന്റെ സ്നേഹമെങ്കിലും അദ്ദേഹം അറിയട്ടെ എന്ന് കരുതിയാണ് കെട്ടിപ്പിടിച്ചതെന്നും പാർലമെന്റിലെ വൈറൽ രംഗത്തെക്കുറിച്ച് രാഹുൽ വാചാലനായി. 2014 തോൽവി വലിയ പാഠമായിരുന്നുവെന്നും രാഹുൽ സമ്മതിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയുടെ വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നത്. ഈ സ്ഥിതി മാറിയേ പറ്റൂ. അഴിമതിയും മാറ്റമില്ലാത്ത മുതലാളിത്ത സമ്പ്രദായവുമാണ് രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് രാഹുൽ ആവർത്തിക്കുന്നു. രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് കേന്ദ്ര നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. കശ്മീർ പ്രശ്നത്തിലും ഭീകരതയ്ക്കെതിരായ നീക്കത്തിലും വ്യവസ്ഥാപിതവും തന്ത്രപരവുമായ സമീപനമാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനം പരാജയമാണ്. ജമ്മു കശ്മീരിൽ വാജ്പേയി സർക്കാർ നടപ്പാക്കിയ നയങ്ങൾ പ്രശ്നങ്ങൾ സങ്കീർണമാകാനേ വഴിവച്ചിട്ടുള്ളൂ എന്നും രാഹുൽ പറയുന്നു. താനിപ്പോൾ ചെയ്യുന്നത് പോലെ 3000 പെൺകുട്ടികളുടെ എല്ലാ ചോദ്യങ്ങളും നേരിട്ട് അവരുടെ മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കില്ലെന്ന് രാഹുൽ പരിഹസിക്കുന്നുമുണ്ട്. സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ മിടുക്കരെന്നാണ് താൻ കരുതുന്നത്. സാറെന്ന് വിളിച്ച് പെൺകുട്ടിയോട് തന്നെ രാഹുൽ എന്ന് വിളിക്കാമോ എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ മറുചോദ്യം. കരഘോഷത്തോടെയാണ് വിദ്യാർത്ഥിനികൾ ഇത് ഏറ്റെടുത്തത്. പിന്നീട് രാഹുൽ എന്ന് വിളിച്ചായിരുന്നു വിദ്യാർത്ഥികൾ സംവാദത്തിൽ ഉടനീളം പങ്കെടുത്തത്. ഏതായാലും പുതിയ തന്ത്രങ്ങൾ, പുതിയ അടവുകളൊക്കെ പയറ്റുകയാണ് രാഹുൽ ഗാന്ധി. സ്ഥിരം വേഷമായ വെള്ള കുർത്തയിൽ നിന്ന് മാറി കാഷ്വൽ വസ്ത്രത്തിലായിരുന്നു രാഹുൽ കോളേജിൽ സംവാദത്തിനെത്തിയത്. തീർത്തും അവർക്കിടയിൽ ഒരാളായി തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വിദ്യാർത്ഥിനികൾക്ക് പ്രചോദനം നൽകുന്നതുമായിരുന്നു രാഹുലിന്റെ വാക്കുകളും ഇന്നത്തെ രീതിയും. എന്തായാലും പുതിയ യുവാക്കളെ കയ്യിലെടുക്കണം. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലക്ഷ്യമിടുന്നതും. യുവജനതയുടെ വോട്ട് ഇത്തവണയും അനുഗ്രഹമായി മാറണമെങ്കിൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞേ പറ്റൂ. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ വീണ്ടും പുറത്തെടുത്തിരിക്കുന്നതും.